നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇത് അച്ഛമ്മയുടെ ആഭരണ പെട്ടിയല്ലേ? അതെ. തലമുറകളായി കൈമാറി പോന്നിരുന്ന ആഭരണ പെട്ടിയാ. ഇത് ഞാൻ പൂജയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ അവള് വാങ്ങിയില്ല. പകരം സ്വർണത്തിന് വേണ്ടി തല്ലുകൂടി മരിച്ച രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറയുക ചെയ്തത്. എന്നാ ഞാനിത് മധുവിനാണ് കൊടുത്തതെന്ന് വിചാരിക്കും. എന്തുണ്ടാവും? അവൾ ആ നിമിഷം ഇത് വാങ്ങി അവളുടെ അലമാരെ കൊണ്ടുവന്ന് പൂട്ടിവെക്കും. ഞാൻ പറഞ്ഞു വന്ന് എന്താന്ന് മനസ്സിലായോ? എന്നെ എന്തെങ്കിലും ചെയ്ത് കിടപ്പിലാക്കി എന്തെങ്കിലും നേടണമെന്ന് പൂജ ഒരിക്കലും ആഗ്രഹിക്കില്ല. പിന്നെ ഞാൻ എന്തിനാ അവളെ സംശയിക്കണം? അല്ല, അപ്പം മധുവാന്റെ അങ്ങനെ ആഗ്രഹിക്കുന്നു? അവളെ ഞാൻ പെറ്റതല്ലേടാ. അവളും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാ ഇനി അതിനെപ്പറ്റി ഈ വീട്ടിൽ ചർച്ച വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. ആഹാ, ഇത് കൊള്ളാലോ അച്ഛമ്മേ. എന്താ, നിനക്ക് നിന്ന് വല്ലതും വേണോ എന്ന് ചോദിച്ചാ വേണ്ട അച്ഛമ്മേ. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? എന്റെ അച്ഛമ്മ പൂജേച്ചി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെങ്ങനെ വേണമെന്ന് പറയും? അതാ. ഒരു കണക്കിന് അത് തന്നെയാ. ഞാൻ ആർത്തി കാണിച്ചെന്ന് അച്ഛമ്മ പറയാൻ പാടില്ലല്ലോ. സ്വർണത്തിനോട് ഇഷ്ടം ഉണ്ടാവുന്നു ആർത്തി ഉണ്ടാവുന്നതും രണ്ടും രണ്ടല്ലേ മോളെ. എന്തായാലും മോക്ക് ഇഷ്ടപ്പെട്ട മാല അങ്ങെടുത്തു. അയ്യോ അച്ഛമ്മ, അതൊന്നും വേണ്ട. സാരമില്ല, ഞാൻ സന്തോഷത്തോടെ തരുന്നതല്ലേ. വേണ്ട, ഇതിവിടെ തന്നെ ഇരുന്നോട്ടെ. ആ ദാ, ഇത് മോളെടുത്തു. എന്നായാലും എന്റെ മക്കൾക്കും മരുമക്കൾക്കുമായി വീതിച്ചു തരാനുള്ളതാ ഇത്. നേരത്തെ കൂട്ടി ഒരു പങ്ക് നിനക്ക് തന്നെന്ന് വിചാരിച്ചാ മതി. വാങ്ങിച്ചു. അച്ഛമ്മ സ്നേഹത്തോടെ തരുന്നല്ലേ. അഖിലേ, അച്ഛമ്മയെ കണ്ടോ? കണ്ടിട്ട് എന്തു തോന്നി? എന്തു തോന്നാൻ? ഇത്രയല്ലേ പറ്റുള്ളൂ, അതെന്നെ ഭാഗ്യം. ഇത്രയേ പറ്റിയുള്ളൂ എന്ന് പറയുന്നതാവും നല്ലത്. ഇപ്പൊ എല്ലാവരും കൂടി അമ്മയ്ക്ക് പറ്റിയതിന്റെ ഉത്തരവാദിത്വം മധുമിതയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. അവളാണെങ്കിൽ ഇങ്ങനെ കുറെ തരികിടകൾ മുമ്പ് കാണിച്ചിട്ടുള്ളത് കൊണ്ട് ആളുകൾക്ക് വിശ്വസിക്കാൻ എളുപ്പാ. അങ്കിളിന് എന്താ തോന്നുന്നത്? ഇത് ആര് ചെയ്തു എന്ന് അങ്കിൾ വിശ്വസിക്കുന്നത്? എന്റെ മനസ്സ് പറയുന്നത് ഇതിന്റെ പിന്നിലും പൂജ തന്നെ ആണെന്നാ. പൂജിച്ചിയോ? എന്താ, വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ വന്നു കയറിയപ്പോ കണ്ടതല്ലേ അവളുടെ സ്വഭാവം. അല്ലെങ്കിൽ അത് ആക്സിഡന്റിന് ശേഷം പൂജേച്ചിക്ക് അതെല്ലാവരും കൂടെ പൂജയ്ക്ക് കൊടുക്കുന്ന എക്സ്ക്യൂസുകളല്ലേ അഖിലേ? അവളുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ പ്രകടമായ മാറ്റം നിങ്ങൾ കാണുന്നില്ലേ? അത് എവിഡന്റ് ആണ്. പക്ഷേ പൂജേച്ചിയെ നമ്മൾ എത്ര നാളായിട്ട് കാണുന്നത്. ഇങ്ങനൊരു മാറ്റം പൂജേച്ചിക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതെ. അല്ല, അതപ്പം അർജുനനും മനസ്സിലാവില്ലേ? അവിടെയാണ് അവളുടെ മിടുക്ക്. അർജുന്റെ അടുക്കൽ അവൾ എപ്പോഴും പഴയ പൂജ തന്നെയാണ്. അല്ല, അർജുനന്റെ അടുത്ത് അങ്ങനെ പെരുമാറുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്തും അങ്ങനെ തന്നെയല്ലേ പെരുമാറേണ്ടത്? വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇങ്ങനെ പെരുമാറുമോ? പൂജേച്ചി അങ്ങനെ മനഃപൂർവ്വം പെരുമാറണമെങ്കിൽ അതിന് പിറകിൽ ഒരു കാരണം ഉണ്ടാവും. അതെന്തായാലും എന്നോട് പറയാതിരിക്കില്ല, നോക്കിക്കോ. സ്നേഹയോടൊന്നല്ല, ആരോടും പൂജ പറയാൻ പോകുന്നില്ല. നിങ്ങൾ കരുതുന്നത് പോലെ ആക്സിഡന്റിന് ശേഷം പൂജയുടെ മനസ്സിൽ എന്തെങ്കിലും സംഭവിച്ചതോ പൂജ മനഃപൂർവ്വം അങ്ങനെയൊക്കെ പെരുമാറുന്നതോ അല്ല. പിന്നെ എന്റെ സംശയം അത് നമ്മുടെ പൂജ തന്നെയാണോ എന്നാ. എന്തോ വിഡ്ഢിത്തം അങ്കിളേ ഈ പറയുന്നേ? അതെ, ഇത് പറയുമ്പോ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വിഡ്ഢിയാകും. പക്ഷെ ഒരിക്കൽ ഞാനിപ്പോ പറയുന്നതാണ് സത്യമെന്ന് എല്ലാവർക്കും മനസ്സിലാകുമല്ലേ? നീ നോക്കിക്കോ.
അവിടെ വെച്ചേക്ക്, ഞാൻ തന്നെ ചെയ്തോളാം. ഞാനൊരു കാര്യം ചോദിച്ചാ പൂജേച്ചി സത്യം പറയോ? ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് തുറന്നു പറയാലോ. അതിന് ഞാൻ എന്തൊളിപ്പിക്കുന്നു നന്ദി വിചാരിച്ച്? അതല്ല പൂജേച്ചി, ആക്സിഡന്റിന് ശേഷം ചേച്ചിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്. ഓ, അപ്പോ ആ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാനാണോ നീ ഇപ്പൊ വന്നത്? ഒന്ന് പോ ചേച്ചി. ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. അതെന്നോട് പറഞ്ഞൂടെ? നമ്മള് രണ്ടുപേരും ഒരുപോലെ വന്ന് കയറിയവരല്ലേ. ഓ അങ്ങനെ. നീ അഖിലിന്റെ കഴുത്തില് തൂങ്ങി വന്ന് കയറിയതായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയല്ല. എങ്ങനെ വന്നാലും രണ്ടുപേർക്കും ഒരേ സ്ഥാനമല്ലേ പൂജേച്ചി? നീ ഈ വീട്ടിൽ എനിക്കുള്ള സ്ഥാനത്തെ പറ്റി പഠിപ്പിക്കാൻ വന്നതാണോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ചേച്ചി എന്നേക്കാൾ മൂത്തതാ, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ചേച്ചിയുടെ അഭിപ്രായം പ്രധാനമാണ്. പക്ഷേ ഇതുപോലെയല്ല ചേച്ചി മുമ്പ് എന്നോട് പെരുമാറിയിരുന്നത്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കറിയാം ചേച്ചി ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. മധു ആന്റി ചേച്ചിയെ കൊടുക്കാൻ അവിടെ ഒഴിച്ച എണ്ണയിൽ അച്ചമ്മ ചെന്ന് ചാടിക്കൊടുത്തു അല്ലേ? മധു ആന്റി നൈസായിട്ട് അതിൽ നിന്ന് ഊരുകയും ചെയ്തു. ചേച്ചിയുടെ തലയിൽ അത് വെച്ച് കെട്ടാനും നോക്കി. അതിന്റെ ദേഷ്യമല്ലേ പൂജേച്ചിക്ക്? ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ ദേഷ്യം വരില്ലേ? അത് പറ. പക്ഷേ അതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ദേ, ഞാൻ ഒരാളോടും പ്രത്യേകിച്ച് ദേഷ്യപ്പെട്ടതല്ല. നിന്റെ ചോദ്യം കേട്ടപ്പോ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് ചോദിക്കുന്ന പോലെ തോന്നി. ഇവിടെ ഇപ്പോ പലരും എന്നോട് സംസാരിക്കുന്ന അങ്ങനെയാണല്ലോ. വസന്തനങ്ങളിനെയല്ലേ പൂജേച്ചി ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായി. പൂജേച്ചി ഈ പറയുന്ന വസന്തനങ്ങളുടെ അമ്മയും അച്ഛനെയും ആശ്രമത്തിൽ കൊണ്ടാക്കാനും അച്ഛൻ മരിച്ചപ്പോ അത് കണ്ടെത്തി കർമ്മങ്ങൾ ചെയ്യിക്കാനും ഒക്കെ പൂജേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇവൾ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കുടുക്കിലാക്കാൻ നോക്കുകയാണോ? ഈ വീട്ടിൽ പൂജേച്ചി എന്തായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഈ പറയുന്നവരൊക്കെ മറന്നു കാണും. പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ആക്സിഡന്റിന് ശേഷം പൂജേച്ചി തിരിച്ചു വരില്ലെന്ന് ഒരുപക്ഷെ മധു ആന്റിയും വസന്തനങ്ങളും വിചാരിച്ചു കാണും. തിരിച്ചു വന്നപ്പോ അവർക്ക് ടെൻഷനായി കാണും. ആശ്രമം അടക്കമുള്ള എല്ലാത്തിന്റെയും ഭരണം കയ്യിൽ നിന്ന് പോകുന്ന തോന്നിക്കാണും. ഇവള് മനഃപൂർവ്വം എനിക്ക് അനുകൂലമായി നിന്ന് കാര്യങ്ങൾ സംസാരിച്ച് എന്നെ പൊളിച്ചെടുക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു. പിടികൊടുക്കാതെ സൂക്ഷിച്ച് സംസാരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പൂജേച്ചി നോക്കിക്കോ, ഒരിക്കലും ചേച്ചിക്കെതിരെ പറയാത്ത വസന്തനങ്ങളാണിപ്പോ ചേച്ചിക്കെതിരെ ഇപ്പൊ സംസാരിച്ചത്. പൂജേച്ചിയുടെ ഒപ്പം വരെ വസന്തനങ്ങൾ ചെക്ക് ചെയ്തു അല്ലേ? ഈ പറയുന്ന വസന്തനങ്ങളിന് വേണ്ടി എന്തൊക്കെയാണ് ചേച്ചി ചെയ്തത്? പ്രിയായി ചേർന്ന് മധുവാന്റി വരെ അങ്കിളിനെതിരെ സംസാരിച്ചപ്പോ പൂജേച്ചിയല്ലേ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അങ്കിൾ അത് മറന്നു കാണും. പക്ഷേ പൂജേച്ചി അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചാ മതി, അതൊക്കെ അങ്കിൾ നിർത്തിക്കോളും. മതി, നീ ആദ്യം സംസാരം നിർത്ത്. നിനക്കിപ്പോ എന്താ അറിയണ്ടേ? എനിക്കെതിരെ ഇവിടെ ആരൊക്കെ സംസാരിക്കുന്നു എന്നോ, അതോ വസന്തരങ്ങൾ എന്നെ കുറിച്ച് പറയുന്നോ ഒക്കെ ശരിയാണോ എന്നോ? എന്നോട് വന്ന് സൂത്രത്തിൽ സംസാരിച്ച് എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നീ നോക്കുന്നേന്ന് എനിക്ക് മനസ്സിലായില്ലെന്നാണോ നിന്റെ വിചാരം? അയ്യോ പൂജേച്ചി, അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നീ ഇവിടെ വന്നിങ്ങനെ സംസാരിക്കുന്നതും വസന്തനങ്ങളുടെ ഉപദേശപ്രകാരമാണെന്ന് എനിക്കറിയാം. അയ്യോ, അങ്കിൾ ഒന്നും പറഞ്ഞിട്ടില്ല. ദേ, എല്ലാ കാലത്തും ഇന്ന രീതിയിൽ ജീവിക്കുമെന്ന് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ എന്താണെന്ന് എന്റെ ഭർത്താവിനെയും അച്ഛനമ്മമാരെയും ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് മതി. അതിനിടയിൽ മറ്റുള്ളവർ വന്ന് ഞാൻ എന്ത് ഡ്രസ് ഇടുന്നു, എന്ത് കഴിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ കണക്കെടുക്കാൻ നിൽക്കണ്ട. കേട്ടല്ലോ?